ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ. നമുക്ക് പീനട്ട് ചാട്ട് മസാല ഉണ്ടാക്കിയാലോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പീനട്ട് ചാട്ട് മസാല? നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒരു പീനട്ട് ചാട്ട് മസാല ഉണ്ടാക്കാം കേട്ടോ. 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ ആ റെസിപ്പിക്ക്. വളരെ എളുപ്പമാണ്. അപ്പം നമുക്കൊരു പീനട്ട് ചാട്ട് മസാല വേഗം ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. നമുക്ക് പീനട്ട് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു സാധനമല്ലേ. നമുക്ക് പീനട്ട് ചാട്ട് മസാല അപ്പോൾ ഉണ്ടാക്കാൻ നോക്കാം. റോസ്റ്റഡ് പീനട്ട്സ് ആണത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു പച്ചമുളക്, ഉള്ളി ചെറുതായി അരിഞ്ഞത്, സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ ചാട്ട് മസാല, ഉപ്പ്, മുളക് പൊടി, കുറച്ച് പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് പീനട്ട് ചാട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് ഈ റോസ്റ്റഡ് പീനട്ട്സ് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് അളവിനനുസരിച്ച് മാത്രമേ ഇത് വേണ്ടൂ കേട്ടോ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നമുക്ക് നാരങ്ങ വേണം കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനായിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ. അപ്പോൾ ഇതാ ക്യാരറ്റ് ഇട്ടു, കുറച്ച് സവാള, മല്ലിയില, തക്കാളി, പച്ചമുളക്, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് ഇട്ട കാരണം അത്ര മതി. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. കുരു കളഞ്ഞിട്ട് നാരങ്ങ നമുക്ക് പിഴിയാം. ചാട്ട് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ചിലവർക്ക് സ്പൈസി ആവണം, ചിലവർക്ക് അധികം സ്പൈസി ആവണ്ട. അപ്പം ഞാൻ ഇവിടെ ഏകദേശം ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ഈ പീനട്ട് ഞാൻ റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. എപ്പോഴും ഇതിൻ്റെ തൊലി കളഞ്ഞ പീനട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നാൽ അവർക്ക് ഇത് കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ. ഒരു പുളിരസവും ഉപ്പും മധുരവും എല്ലാം കൂടിയത്. പിന്നെ നട്ട്സൊക്കെ വളരെ നല്ലതല്ലേ ശരീരത്തിന്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇത് കഴിക്കാം. ശരീരത്തിന് യാതൊരു ദോഷവുമില്ല. അപ്പോൾ നമ്മളുടെ പീനട്ട് ചാട്ട് മസാല ഇവിടെ റെഡിയായി. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. കഴിക്കാനും നമുക്ക് നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. ഭക്ഷണത്തിന് മുന്നേ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് റൈസൊക്കെ വളരെ കുറവേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ് അല്ലേ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു.